2 ദിവസം കഴിഞ്ഞാൽ വോട്ട് എണ്ണുകയാണ്. ബംഗാളിൽ 15 ബൂത്തുകളിൽ നാളെ റീപോളിംഗ് നടത്തുന്നു. ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിൽ റീപോളിംഗ് ഉണ്ടാകും. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, 77 ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്നുള്ളതാണ് ആയിരുന്നു ആവശ്യം. വ്യാപകമായി ക്രമക്കേടുകൾ ഉണ്ടെന്ന്. ഇപ്പോൾ ഏതൊക്കെ ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുക? നടത്തുവാനാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഡയമണ്ട് ഹാർബർ നിയമസഭാ മണ്ഡലത്തിലെ 4 ബൂത്തുകളും അതുപോലെ തന്നെ മദ്രാസ് വെസ്റ്റ് മണ്ഡലത്തിലെ 11 ബൂത്തുകളിലുമാണ് നിലവിൽ ഈ റീപോളിംഗിന് ഉള്ള നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് റീപോളിംഗ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ റീപോളിംഗിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ബൂത്തുകളിൽ ഏർപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രസേനാ വിന്യാസം, നിരോധന തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് സമഗ്രമായ ഒരു തീരുമാനം നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ഹാർബർ ഈ അഭിഷേക് ബാനർജിയുടെ തട്ടകമാണ്. ആ മേഖലകളിൽ പല ബൂത്തുകളിലും BJP സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് മുകളിൽ ഈ ടേപ്പ് ഒട്ടിച്ചിരുന്നു എന്ന ആരോപണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ BJP സ്ഥാനാർത്ഥികൾക്ക് അത് ലഭിക്കാതെ പോയി എന്നായിരുന്നു BJP ആരോപിച്ചിരുന്നത്. ഇതിനു പുറമെ ഫൽത്വ മണ്ഡലത്തിലെ 30 മണ്ഡലങ്ങളിൽ 30 ബൂത്തുകളിൽ ഈ റീപോളിംഗ് എന്നൊരു ആവശ്യം BJP ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിൽ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ 15 ബൂത്തുകളിൽ ഡയമണ്ട് ഹാർബറിലെ 4-ഉം മദ്രാസ് വെസ്റ്റിലെ 11 ബൂത്തുകളിലും ഉൾപ്പെടെ നാളെ രാവിലെ 7 മണിക്ക് റീപോളിംഗ് നടക്കുന്നതായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ്, സുരക്ഷാ വിന്യാസവും ഒക്കെയാണ് ഈ റീപോളിംഗിന്റെ ഭാഗമായി ആ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്. 2 ദിവസം മാത്രമാണ് വോട്ട് എണ്ണാൻ ശേഷിക്കുന്നത്. അതിനിടയിലാണിപ്പോൾ ബംഗാളിൽ റീപോളിംഗ് നടക്കുന്നത്. മഗുരഹാത്ത് പശ്ചിമം, ഒപ്പം തന്നെ ഡയമണ്ട് ഹാർബർ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലാണ് 15 ബൂത്തുകളിലാണ് നാളെ വീണ്ടും പോളിംഗ് നടക്കുക.